നമസ്കാരം. ഇന്ന് നമ്മൾ ഫലൂഡയാണ് തയ്യാറാക്കുന്നത്. അത് 3 ഡിഫറെന്റ് ഫ്ലേവറിൽ. ഫലൂഡ നമുക്ക് ഒരുപാട് ടൈപ്സിൽ ഒരുപാട് ഫ്ലേവേഴ്സിൽ തയ്യാറാക്കാമേ. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് റോയൽ ഫലൂഡയും മാംഗോ ഫലൂഡയും ചോക്ലേറ്റ് ഫലൂഡയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഫലൂഡ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന് മാത്രം. അപ്പൊ നമുക്ക് ഫലൂഡ തയ്യാറാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ജെല്ലി തയ്യാറാക്കി എടുക്കണം. ജെല്ലി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരണം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് സ്ട്രോബെറി ജെല്ലിയാണ് തയ്യാറാക്കുന്നത്. ഏത് ഫ്ലേവറിലുള്ള ജെല്ലി വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ റെഡ് കളറാകുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവർ എടുത്തത്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ കാണാനുള്ളത്. ഇനി നമുക്കിത് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്ട്രോബെറിയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് കൈവിടാതെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ബോയിലിംഗ് വാട്ടറിൽ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ തരികളൊക്കെ നല്ല രീതിക്കൊന്ന് അലിഞ്ഞ് വെള്ളത്തിൽ ചേരണം. ഇപ്പോൾ നമ്മുടെ ജെല്ലി പൗഡറൊക്കെ നല്ല രീതിക്കൊന്ന് അലിഞ്ഞ് വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ട്രേ ഷേപ്പിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലാണെങ്കിലും സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജെല്ലിയുടെ ലിക്വിഡ് കുറച്ച് ബാക്കി വന്നായിരുന്നു. അപ്പൊ ഞാൻ എന്താ ഈ കണ്ടെയ്നറിലേക്ക് സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് പ്രകാരം മിനിമം 4 മണിക്കൂറേലും വേണം കേട്ടോ ഇതൊന്ന് സെറ്റ് ആയി കിട്ടാനായിട്ട്. അപ്പൊ നമ്മുടെ സ്ട്രോബെറി ജെല്ലി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഏത് ബ്രാൻഡാണോ വാങ്ങിക്കുന്നത് അതനുസരിച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ പാക്കിൽ തന്നെ കാണും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് തയ്യാറാക്കണം. അപ്പൊ ഇതേപോലെ തന്നെ ഇനി ഞാൻ മാംഗോ ജെല്ലിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. തിളച്ചു വരുമ്പോൾ നമ്മുടെ ജെല്ലി പൗഡർ ഇടുക, മാംഗോ ഫ്ലേവറിന്റെ. അപ്പോൾ ഇനി അതിൻ്റെ തരികളെല്ലാം നല്ല രീതിക്ക് ഒന്ന് അലുത്ത് വരണം. നല്ല രീതിക്ക് അലുത്ത് വന്നു കഴിഞ്ഞാൽ 1 കപ്പ് തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഈ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇനി ജെല്ലി ആയി വരണം. അപ്പോൾ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫലൂഡ തയ്യാറാക്കുമ്പോൾ മിസ്സാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഫലൂഡ സേവ്. ഇത് കാണാൻ ഒരു പ്ലാസ്റ്റിക് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. ഇത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നും. ഇത് കോൺ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇത് കാണാൻ നല്ല പ്യുവർ വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിനി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സേവ് വേവാൻ ആവശ്യമുള്ള വെള്ളം. സേവ് വെള്ളത്തിൽ ഇട്ട ഉടനെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്ലാസ് നൂഡിൽസ് ഒക്കെ ഇരിക്കത്തില്ലേ അതേപോലെ കിട്ടുവേ. ഇതിന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഇനി നമ്മുടെ ഫലൂഡ സേവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ നോർമൽ സേമിയയില്ലേ അത് വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാമേ. അപ്പോൾ നമ്മുടെ സേമിയ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണേ. നിങ്ങൾ കണ്ടായിരുന്നല്ലോ എന്നെ നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, കട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നേ. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമുക്ക് എത്ര നീളത്തിലാണോ ഇത് ആവശ്യമുള്ളത് അത്രയും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ഒരു ബൗൾ പച്ചവെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പം നോർമൽ വാട്ടറിന് പകരമായിട്ട് വേണമെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതും കുഴപ്പമില്ല കേട്ടോ, അത് നല്ലതാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്ര നീളമാണ് വേണ്ടി അതിനനുസരിച്ച് കട്ട് ചെയ്യാം. ഒരുപാട് ചെറിയ പീസാക്കണ്ട, കുറച്ച് നീളം കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ ഫലൂഡ സേവ് എല്ലാം നമ്മൾ മുറിച്ച് പച്ചവെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ ആക്കുന്നിടം വരെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, അതായത് തേർഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വീതം ഓരോ ഫലൂഡയ്ക്കും അങ്ങനെയാണ് കേട്ടോ കണക്ക് കൂട്ടിയേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ടീൻ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരെണ്ണം 90 ഗ്രാംസ് വരും. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഒരു ഏകദേശം 15 ഗ്രാം മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളേ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉള്ള കണ്ടൻസ് മിൽക്ക് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിത് 3 ഡിഫറെൻറ്റ് കണ്ടെയ്നറിലാക്കി മാറ്റണേ. അതായത് 1/2 കപ്പ് വീതം 3 കണ്ടെയ്നറിനകത്ത്. ആദ്യത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി 1/2 കപ്പ് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി 1/2 കപ്പ് അതിൽ തന്നെ കിടക്കട്ടെ. അതിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗാലക്സിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാവേ. എന്താണെങ്കിലും ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല രീതിക്ക് ഇത് ഡിസോൾവ് ആവട്ടെ. ചെറുതായിട്ടൊന്ന് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ പാല്. ശരിക്കും ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്.
ഇനി നമുക്കിത് അരിച്ചൊന്ന് എടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് പാലില്ലേ, അതിലേക്ക് നമുക്ക് 1-2 ഡ്രോപ്സ് മാംഗോ എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എസൻസിനേക്കാളും നല്ലത് നമ്മൾ ഫ്രഷ് മാംഗോ എടുത്തതിന് ശേഷം മിക്സി ജാറിൽ അല്പം വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാംഗോ പൾപ്പ് ആണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് നല്ല മാംഗോ കിട്ടിയില്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എസൻസ് ഇവിടെ ചേർക്കുന്നത്. ഇനി മറ്റൊരു ഗ്ലാസ്സിൽ അതിലേക്ക് നമുക്ക് റോസ് സിറപ്പ് വേണേ ചേർത്ത് കൊടുക്കാനായിട്ട്. ഏത് ബ്രാൻഡിൻ്റെ റോസ് സിറപ്പ് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാം. അപ്പം ഞാനിവിടെ ചോക്ലേറ്റ് ചേർത്തത് മാത്രമാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ബാക്കി രണ്ടും അരിച്ചെടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 3 അരിച്ചെടുക്കാം. അതിനുശേഷം ഇത് 3 നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. എപ്പോഴാണോ നമ്മൾ ഫലൂഡ സെറ്റ് ചെയ്യുന്നത് അന്നേരം ഇനി പുറത്തെടുത്താൽ മതി. ഈ സമയം കൊണ്ട് ഞാൻ മറ്റൊരു സംഭവം കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സബ്ജ സീഡ്സ്, അതായത് കസ്കസ്. ഞാനിവിടെ ഏകദേശം 3.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോക്ക് ആവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് അങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഇനി ഇതും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സെറ്റിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ റോയൽ ഫലൂഡയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് റോസ് സിറപ്പ് ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ആദ്യത്തെ ബേസായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ജെല്ലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജെല്ലിയൊക്കെ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2-3 സ്പൂൺ ജെല്ലി വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് പല കളറിലുള്ള ജെല്ലി തയ്യാറാക്കാമേ. ഇപ്പൊ നമുക്ക് ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ചേർത്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് തയ്യാറാക്കാം. ഞാനിവിടെ അങ്ങനെ തയ്യാറാക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കണേ. അപ്പോൾ ഞാൻ ഇനി അടുത്ത ലെയറായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഫലൂഡ സേവ് ആണ്. അപ്പോൾ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച കസ്കസ് ഇല്ലേ, അതായത് നമ്മുടെ സബ്ജ സീഡ്സ്, അതും കൂടെ ഒന്ന് ഒരു ലെയർ ചേർത്ത് കൊടുക്കാം. ഇനിയും ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ റോസ് മിൽക്ക് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കണ്ടൻസ് മിൽക്ക് ചേർത്തുകൊണ്ട് തന്നെ പഞ്ചസാര ഉപയോഗിക്കുന്നേക്കാളും നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും റൈസിൻസും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു ലെയർ ഫലൂഡ സേവും കസ്കസും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വാനില ഐസ്ക്രീം ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഡെക്കറേഷനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ജെല്ലിയും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആപ്പിള്, ബനാന, അതുപോലെ നമ്മുടെ പൈനാപ്പിൾ, അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ റോയൽ ഫലൂഡയിൽ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പ്ലെയിൻ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫലൂഡയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫലൂഡ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനും ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഐറ്റംസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആൾട്രേഷൻസ് ഒക്കെ വരുത്താം കേട്ടോ. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻറ്റ് അതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ സേവ് ഒക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ റോയൽ ഫലൂഡ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മാംഗോ ഫലൂഡ തയ്യാറാക്കിയാലോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ മാംഗോ ജെല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജെല്ലി ഞാനൊരു 2-3 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫലൂഡ സേവ് ചേർത്ത് കൊടുക്കാം. സെക്കൻഡ് ലെയർ ആയിട്ട് ഫലൂഡ സേവ് ആണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു ലെയർ കസ്കസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാംഗോ മിൽക്ക് ഉണ്ടല്ലോ, അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ജെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലെയറിൽ എന്ത് ഇടണമെന്ന് നമ്മളാണ് കേട്ടോ തീരുമാനിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കൂടുതലായിട്ട് ഇടാമേ. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാംഗോസ് ഉണ്ട്, അതുപോലെ പോമിഗ്രാനറ്റും കുറച്ച് പഴവും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് 3 കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ലെയറായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമും കാഷ്യൂസും അതുപോലെ നമ്മുടെ റൈസിൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മാംഗോ മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാനില ഐസ്ക്രീമാണ്. 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 ടൈപ്പ് ജെല്ലിയും കുറച്ച് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോസും അതുപോലെ ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ഫലൂഡയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഫലൂഡ ചോക്ലേറ്റ് ഫലൂഡയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് മാംഗോ ജെല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ജെല്ലിയൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ വെറുതെ മാംഗോ ജെല്ലി ഞാൻ ചേർത്ത് കൊടുത്തത്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അത് ഓപ്ഷണൽ ആണേ. അതിന്റെ മുകളിലായിട്ട് ഫലൂഡ സേവും അതുപോലെ തന്നെ നമ്മുടെ സബ്ജ സീഡ്സും നട്ട്സും റൈസിനും അതുപോലെ നമ്മുടെ ചോക്ലേറ്റിന്റെ ആ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് ഞാൻ ഫലൂഡ സേവും കസ്കസും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കളർഫുൾ ആക്കാനായിട്ട് ഞാൻ ജെംസ് മുട്ടായി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ടോപ്പിലായിട്ട് 2 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് ജെംസ് മുട്ടായി ഒക്കെ ഇട്ട് ഒന്ന് അലങ്കരിക്കുന്നുണ്ട്. കുറച്ച് സേവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നട്ട്സും റൈസിനും
റൈസിനും അതുപോലെ നമ്മുടെ ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിലും അതൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും വെച്ച് കൊടുത്ത് ആ ചെറി നമ്മൾ എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 ഫ്ലേവറിലുള്ള ഫലൂഡ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കൂൾ ബാറിലൊക്കെ കിട്ടുന്ന പോലത്തെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ടേസ്റ്റുള്ള ഫലൂഡാസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് മാറ്റം വരുത്താവേ, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.